ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രസാദ്. ഇംഗ്ലീഷ് അപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊക്കെ അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഒരുപാട് നമ്മൾ പരിശ്രമിക്കാറുണ്ടല്ലേ. പലപ്പോഴൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പല സ്ഥാപനങ്ങളിലും നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നമ്മൾ ജോയിൻ ചെയ്യും അല്ലേ. എന്നിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മളോട് പറയും, 1-2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമെന്ന്. അത് കേട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയി നമ്മൾ ക്ലാസ് തുടർന്നുകൊണ്ടേയിരിക്കും. നിർഭാഗ്യവശാൽ ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കാത്തതായി വന്നു ചേരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലുള്ള വേറൊരു സ്ഥാപനത്തിൽ പോയി നമ്മൾ ജോയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നിട്ടും നമുക്ക് വേണ്ട വിധത്തിൽ കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കാത്തതായിട്ട് വീണ്ടും വന്നു ചേരാറുണ്ടല്ലേ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും ഈ ഒരു വീഡിയോ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരു ദിവസം നമ്മൾ ഒരുപാട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത്? നമുക്ക് മലയാളം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് മലയാളം സംസാരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ. എന്നാൽ നമ്മൾ എന്നും മലയാളത്തിൽ സംസാരിക്കുന്ന കൊച്ചു കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അനായാസമായി നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നോക്കി നോക്കാം അല്ലേ. ക്ഷേത്രത്തിനും ബാങ്കിനും ഇടയിൽ ഒരു പുസ്തക കടയുണ്ട്. ചുവപ്പ് പേനയുടെ ഇടയിൽ പച്ച പേനയും കറുത്ത പേനയും ഇരിക്കുന്നു. അതുപോലെ തന്നെ മീന ക്ലാസ്സിൽ എന്റെ പിറകിലാണ് ഇരിക്കുന്നത്. എന്റെ വീടിന് പിറകിൽ ഒരു ക്ഷേത്രമുണ്ട് എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇതെങ്ങനെ നമുക്ക് വളരെ അനായാസമായി ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റാമെന്ന് കണ്ടെത്തി നോക്കാം അല്ലെ. നോക്കി നോക്കാം. ക്ഷേത്രത്തിനും ബാങ്കിനും ഇടയിൽ ഒരു പുസ്തക കടയുണ്ട്. There is a bookstore between the temple and the bank. ചുവപ്പ് പേനയുടെ ഇടയിൽ പച്ച പേനയും കറുത്ത പേനയും ഇരിക്കുന്നു. The red pen is in between. The red pen is in between the green pen and black pen. എന്താണ്? ചുവപ്പ് പേനയുടെ ഇടയിൽ പച്ച പേനയും കറുത്ത പേനയും ഇരിക്കുന്നു. The red pen is in between the green pen and black pen. മീന ക്ലാസ്സിൽ എന്റെ പിറകിലാണ് ഇരിക്കുന്നത്. മീന sits behind me in the class. മീന sits, മീന ഇരിക്കുന്നു അല്ലെ. സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരിക്കുക. മീന sits behind me in the class. എന്റെ വീടിന് പിറകിൽ ഒരു ക്ഷേത്രമുണ്ട്. There is a temple behind my house. എന്താണ്? എന്റെ വീടിന് പിറകിൽ ഒരു ക്ഷേത്രമുണ്ട്. There is a temple behind my house. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലെ. ക്ഷേത്രത്തിനും ബാങ്കിനും ഇടയിൽ ഒരു പുസ്തക കടയുണ്ട്. There is a bookstore between the temple and the bank. ചുവപ്പ് പേനയുടെ ഇടയിൽ പച്ച പേനയും കറുത്ത പേനയും ഇരിക്കുന്നു. The red pen is in between the green pen and black pen. മീന ക്ലാസ്സിൽ എന്റെ പിറകിലാണ് ഇരിക്കുന്നത്. മീന sits behind me in the class. എന്റെ വീടിന് പിറകിൽ ഒരു ക്ഷേത്രമുണ്ട്. There is a temple behind my house. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ. ഇനി നമുക്കൊരു 4-5 എക്സാമ്പിൾസ് കൂടെ നോക്കി നോക്കാം അല്ലെ. എന്റെ വീടിനടുത്ത് ഒരു മാളുണ്ട്. എന്റെ വീടിനടുത്ത് 5 മാളുകളുണ്ട്. ഷീല ക്ലാസ്സിൽ മീനയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. അരുൺ, കണ്ടോ, അരുൺ ക്ലാസ്സിൽ എന്റെ അടുത്തിരിക്കുന്നു. ബാഗിന്റെ അടുത്ത് പേന ഇരിക്കുന്നു.
എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി സംസാരിക്കാറുണ്ടല്ലോ. പക്ഷേ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടല്ലേ. എന്ന് വളരെ സിമ്പിൾ ആയി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് കണ്ടെത്തിയാലോ. എന്റെ വീടിനടുത്ത് ഒരു മാൾ ഉണ്ട്. There is a mall near my house. എന്താണ്? There is a mall near my house. എന്റെ വീടിനടുത്ത് ഒരു മാൾ ഉണ്ട്. There is a mall near my house. എന്റെ വീടിനടുത്ത് 5 മാളുകളുണ്ട്. എന്താണ്? എന്റെ വീടിനടുത്ത് 5 മാളുകളുണ്ട്. There are 5 malls. കണ്ടോ, നോക്കൂ, ഇവിടെ there is a, ഇവിടെ ഒരു മാളുള്ളൂ, പക്ഷെ ഇവിടെ there are എന്ന് വന്നു, അത് 5 മാളുകളുണ്ട്. എന്താണ്? There are 5 malls near my house. എന്താണ്? There are 5 malls near my house. ഷീല ക്ലാസ്സിൽ മീനയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഷീല സിറ്റ്സ്, ഷീല ഇരിക്കുന്നു, ഇൻ ഫ്രണ്ട്, മുന്നിൽ, ഓഫ് മീന, മീനയുടെ, ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ. എന്താണ്? ഷീല ക്ലാസ്സിൽ മീനയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഷീല സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് മീന ഇൻ ദ ക്ലാസ്. അരുൺ ക്ലാസ്സിൽ എന്റെ അടുത്ത് ഇരിക്കുന്നു. അരുൺ സിറ്റ്സ് നെക്സ്റ്റ് ടു മീ ഇൻ ദ ക്ലാസ്. എന്താണ്? അരുൺ സിറ്റ്സ് നെക്സ്റ്റ് ടു മീ ഇൻ ദ ക്ലാസ്. ബാഗിന്റെ അടുത്ത് പേന ഇരിക്കുന്നു. The pen is next to the bag. The pen is next to the bag. ബാഗിന്റെ അടുത്ത് പേന ഇരിക്കുന്നു. The pen is next to the bag. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്നുകൂടെ നോക്കി നോക്കാം. എന്റെ വീടിനടുത്ത് ഒരു മാൾ ഉണ്ട്. There is a mall near my house. എന്റെ വീടിനടുത്ത് 5 മാളുകളുണ്ട്. There are 5 malls near my house. ഷീല ക്ലാസ്സിൽ മീനയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഷീല സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് മീന ഇൻ ദ ക്ലാസ്. അരുൺ ക്ലാസ്സിൽ എന്റെ അടുത്തിരിക്കുന്നു. അരുൺ സിറ്റ്സ് നെക്സ്റ്റ് ടു മീ ഇൻ ദ ക്ലാസ്. ബാഗിന്റെ അടുത്ത് പേന ഇരിക്കുന്നു. The pen is next to the bag. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല, ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് കാണാം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ ഭാഷാ ലെവൽ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.